വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ലോകത്തെമ്പാടും വളരെ വലിയ ഫാൻ ബേസ് ഉണ്ടാക്കിയെടുത്ത സ്പാനിഷ് സീരീസായ മണി ഹെയ്സ്റ്റിൻ്റെ സീസൺ 5-ലെ ആദ്യത്തെ 5 എപ്പിസോഡുകൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. സീസൺ 4 ഒരുപാട് ലാഗാണെന്ന് പഴി കേൾപ്പിച്ചെങ്കിലും സീസൺ 5-ൽ അതെല്ലാം പൂർണ്ണമായും പരിഹരിച്ചിട്ടുണ്ട്. ഇതൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയതുകൊണ്ട് തന്നെ സ്പോയിലേഴ്സ് ഉണ്ടായിരിക്കും. വലിച്ചു നീട്ടാതെ നേരെ കഥയിലേക്ക് കടക്കാം. സീസൺ 4-ൻ്റെ അവസാനത്തിൽ കാണിച്ച രംഗങ്ങൾ വീണ്ടും കാണിച്ചുകൊണ്ടാണ് സീസൺ 5 ആരംഭിക്കുന്നത്. പ്രൊഫസർ ഇരിക്കുന്ന സ്ഥലം അലീസിയ കൃത്യമായി കണ്ടെത്തി അവിടെ എത്തിച്ചേർന്നു. ഇതിനിടയിൽ ലിസ്ബൺ എങ്ങനെയാണ് ബാങ്കിനുള്ളിൽ കയറിയത് എന്ന് വളരെ കൃത്യമായി തന്നെ കാണിക്കുന്നുണ്ട്. ലിസ്ബണെ ബാങ്കിലെത്തിച്ച സന്തോഷം ആഘോഷിക്കുന്ന പ്രൊഫസറുടെ തലയിൽ തോക്ക് ചൂണ്ടുമ്പോഴാണ് സീസൺ 4 അവസാനിച്ചത്. അവൾക്ക് പ്രൊഫസറെ കൊല്ലണം എന്നൊന്നുമില്ല. അവൾക്ക് പ്രൊഫസറോട് 3 ചോദ്യങ്ങളാണ് ചോദിക്കാനുള്ളത്. എങ്ങനെയാണ് ലിസ്ബണെ അകത്തെത്തിച്ചത്, അതുപോലെ എങ്ങനെയാണ് ബാങ്ക് കൊള്ളയടിക്കാൻ പോകുന്നത്, എങ്ങനെയാണ് രക്ഷപ്പെടാൻ പോകുന്നത്. സീൻ ഇവിടെ കട്ടാവുന്നു. തൊട്ടടുത്ത സീനിൽ പുതിയൊരു കഥാപാത്രത്തിൻ്റെ രംഗപ്രവേശമാണ്. റഫായേൽ എന്നാണ് പേര്. ഇത് ബെർലിൻ്റെ മകനാണ്. ബെർലിനും മകനും തമ്മിലുള്ള ബന്ധം അത്ര ശക്തമല്ലെന്ന് വേണമെങ്കിൽ പറയാം. കൂടുതൽ കാലം കൂടെ ഇല്ലാതിരുന്നതിനാലാണ് അങ്ങനെയായിപ്പോയത്. റഫായേൽ വലിയൊരു എഞ്ചിനീയറാണ്. ഇവരിരുവരും സംസാരിച്ചിരിക്കുമ്പോഴാണ് ബെർലിൻ്റെ പുതിയ കാമുകി അങ്ങോട്ട് വരുന്നത്. ഇവിടെ നിന്നും സീൻ മാറി പിന്നീട് പ്രൊഫസറെയും ലിസ്ബണയുമാണ് കാണിക്കുന്നത്. ഇനിയുള്ള മോഷണം എങ്ങനെ നടത്തണമെന്നുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയാണ് ഇവരിരുവരും കൂടി. പ്രൊഫസർ പലതും പറയുന്നുണ്ടെങ്കിലും ലിസ്ബണോട് ഒന്നും തന്നെ മുഴുവനായും പറയുന്നില്ല. പിന്നീട് പ്രസൻറ്റ് സീനിലെ തമായോയാണ് കാണിക്കുന്നത്. ലിസ്ബണെ ബാങ്കിലെത്തിച്ച ആ ഹെലികോപ്റ്ററിനെ കുറിച്ചാണ് അയാളുടെ ചിന്ത മുഴുവനും. ആ ഹെലികോപ്റ്ററിനായി അവർ അരിച്ചു പെറുക്കുകയാണ്. അത് എവിടെയും ഇറങ്ങിക്കാണില്ല, ഇപ്പോഴും ആകാശത്ത് തന്നെ ഉണ്ടായിരിക്കുമെന്ന നിഗമനത്തിലെത്തി. കൂടെ നിൽക്കുന്നയാൾ ഒരു മിസൈൽ ഉപയോഗിച്ച് ചോപ്പർ തകർത്ത് കളയാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അയാളെ ജീവനോടെ വേണമെന്ന് തമായോ വാശി പിടിക്കുന്നു. മാർസല്ല അപ്പോഴും ഇതുകൊണ്ട് പറന്നുകൊണ്ടിരിക്കുകയാണ്. ബാങ്കിനുള്ളിൽ കച്ചറയുണ്ടാക്കിയ ആർത്തറോയെ മഞ്ഞില വെടിവെച്ചു. അതിൽ തെറ്റ് പറയാനൊന്നും സാധിക്കില്ല. എങ്കിലും ഇത് ശരിയായില്ല എന്ന് പറഞ്ഞ് സ്റ്റോക്ക്ഹോം അവളുമായി അടിയുണ്ടാക്കി. അത് കണ്ടുകൊണ്ടുവന്ന ഡെൻവർ എന്തിനാണ് എപ്പോഴും ആർത്തറോയുടെ ഭാഗം ചേരുന്നതെന്ന് ചോദിച്ച് സ്റ്റോക്ക്ഹോമിനോട് കയർത്തു. ഇതേസമയം പലർമോ സ്വർണ്ണമൊരുക്കുന്നിടത്ത് പോയി നമുക്ക് എത്രയും വേഗം ഇവിടെ നിന്ന് രക്ഷപ്പെട്ടേ മതിയാവൂ എന്നറിയിച്ചു. എന്നാൽ വെറും 8 മണിക്കൂർ കൊണ്ട് സ്വർണ്ണം മുഴുവനായും ഒരുക്കി തീർക്കാമെന്ന് ബൊഗോട്ട പറഞ്ഞു. പ്ലാനുകൾ മാറിയതുകൊണ്ട് തന്നെ പറയുന്നതനുസരിക്കണമെന്ന് പലർമോ പറഞ്ഞു. ലിസ്ബൺ പ്രൊഫസറുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സാധിക്കുന്നില്ല. ബിസിയായതുകൊണ്ടായിരിക്കും മറുപടി തരാത്തത് എന്ന് പറഞ്ഞ ടോക്കിയോ അവരെ സമാധാനിപ്പിച്ചു. അലീസിയ പ്രൊഫസറോട് അതേ ചോദ്യങ്ങൾ വീണ്ടും ആവർത്തിച്ചുകൊണ്ട് തലയ്ക്ക് നേരെ തോക്ക് ചൂണ്ടി. എന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ആദ്യത്തെ ആളല്ല നീയെന്ന് പ്രൊഫസർ തിരിച്ചു പറഞ്ഞ നിമിഷം തന്നെ പ്രൊഫസറുടെ കാലിൽ അലീസിയ വെടിവെച്ചു. മറ്റൊരു വഴിയും ഇല്ലാത്തതിനാൽ സ്വർണം ഉരുക്കി ചെറിയ ചെറിയ മണികളാക്കി ഡ്രൈനേജ് വഴി പുറത്തെത്തിക്കാനാണ് പദ്ധതി എന്ന് പ്രൊഫസർ പറഞ്ഞു. ഇത് വിശ്വസിക്കാൻ താനൊരു മണ്ടിയല്ലെന്നും എനിക്ക് സത്യം അറിയണമെന്നും അലീസിയ മറുപടി കൊടുത്തു. പിന്നീട് കാണുന്നത് പുതിയൊരു കഥാപാത്രത്തിൻ്റെ രംഗപ്രവേശമാണ്. ഒരുപാട് സീക്രട്ട് ഓപ്പറേഷനുകൾ വളരെ വിജയകരമായി പൂർത്തിയാക്കിയ ഇയാളെ തമായോ സഹായത്തിനായി വിളിക്കുന്നു. താഴെ വീണാൽ വെള്ളത്തിൽ മുങ്ങി മരിക്കും എന്നൊരു പോയിന്റിൽ കൊണ്ടുവന്ന് അലീസിയ വീണ്ടും പലതും ചോദിക്കുന്നുണ്ടെങ്കിലും തൻ്റെ ടീമിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രൊഫസർ ഒന്നും തന്നെ പറയുന്നില്ല. താൻ മരിച്ചാലും ഈ മിഷൻ പൂർത്തിയായിരിക്കുമെന്ന് പ്രൊഫസർ ഉറപ്പിച്ചു പറഞ്ഞു. ഉണ്ടായ പ്രശ്നങ്ങളുടെ മുഴുവൻ ഉത്തരവാദിത്വവും തമായോ സീറയുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നുണ്ട്. കള്ളത്തരങ്ങൾ പൊളിഞ്ഞതിനാൽ എല്ലാം സീറയുടെ മേൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനാണ് തമായോയുടെ ഉദ്ദേശം. മറ്റൊരു വശത്ത് പോലീസ് മുഴുവൻ ആ ഹെലികോപ്റ്ററിൻ്റെ പുറകെയാണ്. അതിപ്പോഴും പറന്നുകൊണ്ടേയിരിക്കുകയാണ്. പിന്നീട് സീൻ മാറി ലിസ്ബണയും ടോക്കിയോയും കാണിക്കുന്നുണ്ട്. വളരെ റൊമാൻറ്റിക്കായാണ് പ്രൊഫസർ തന്നെ ബാങ്കിൻ്റെ ഉള്ളിലേക്ക് അയച്ചതെന്ന് ലിസ്ബൺ പറഞ്ഞപ്പോൾ ഇതിലെല്ലാം റൊമാൻസ് വളരെ അത്യാവശ്യമാണെന്ന് ടോക്കിയോ തിരിച്ചു പറയുന്നു. കാരണം ഏത് നിമിഷവും നമ്മളെല്ലാം കൊല്ലപ്പെടാം. ഇതിന് ശേഷം മരിച്ചുപോയ തൻ്റെ പഴയ ബോയ്ഫ്രണ്ടിൻ്റെ കഥ ടോക്കിയോ പറഞ്ഞു കേൾപ്പിക്കുന്നു. പിന്നീട് ബെർലിൻ്റെ സീൻ തന്നെയാണ് കാണിക്കുന്നത്. ബെർലിൻ്റെ കാമുകിയെ റഫായേൽ ഇടയ്ക്കിടെ നോക്കുന്നുണ്ട്. അവൾ അവിടെ നിന്ന് പോയ സമയം എന്താണ് നിനക്ക് അവളെ വളക്കണമെന്നുണ്ടോ എന്ന് ബെർലിൻ മകനോടായി ചോദിക്കുന്നു. ഇല്ലെന്ന് പറഞ്ഞ് അവൻ തടിയുരാൻ ശ്രമിച്ചെങ്കിലും ബെർലിൻ വീണ്ടും ഓരോന്ന് ചോദിച്ച് അവനെ ചൊടിപ്പിക്കുന്നുണ്ട്. അച്ഛൻ്റെ കാമുകി വളരെ സുന്ദരിയാണെന്ന് അവൻ അങ്ങനെ സമ്മതിച്ചു കൊടുക്കുന്നു. പിന്നീട് ഒരു മോഷണത്തിനായി നിൻ്റെ സഹായം ആവശ്യമുണ്ടെന്ന് ബെർലിൻ പറഞ്ഞു. ഒന്നും നോക്കാതെ അവൻ ആ ക്ഷണം നിരസിച്ചു. മകൻ്റെ ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള ചിലവ് മുഴുവൻ വഹിച്ചത് ബെർലിൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അവൻ ഇത്ര വലിയ എഞ്ചിനീയർ ആയതും. പിന്നീട് ഫ്ലാഷ് ബാക്ക് സീനിൽ തൻ്റെ ക്ലാസ്സിൽ വെച്ച് ഹെലികോപ്റ്ററിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടണമെന്ന് പ്രൊഫസർ പഠിക്കുന്ന സീനാണ് കാണിച്ചിട്ടുള്ളത്. ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്ത ഉടനെ തന്നെ പോലീസും സർവ്വസന്നാഹങ്ങളും അവിടെ എത്തിച്ചേർന്നു. പക്ഷേ മാർസലയെ മാത്രം കണ്ടില്ല. അവിടെ നിന്നവരോട് ചോദിച്ചപ്പോൾ ഒരു ചുവന്ന കാറിൽ അവിടെ നിന്നും പോയെന്ന് മാത്രം മറുപടി കൊടുത്തു. ഇത് സീസൺ 4-ൽ ലിസ്ബണെ രക്ഷിക്കാൻ വേണ്ടി ഉപയോഗിച്ച അതേ കാറാണ്. തമായോയ്ക്കും ഇക്കാര്യം നന്നായി അറിയാം. മാർസല്ല ഇപ്പോൾ പിടിക്കപ്പെടുമെന്ന് നമ്മൾക്ക് തോന്നുമെങ്കിലും കാർ തുറന്നപ്പോൾ അതിൽ വേറൊരാളായിരുന്നു. ഭാര്യയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് താൻ ഇങ്ങനെ ചെയ്തതെന്നും അയാൾ പറഞ്ഞു. പോലീസ് പോയ ഉടനെ തന്നെ മാർസല്ല അവിടെ നിന്നവരെയും കൂട്ടി രക്ഷപ്പെട്ടു. അവരും പ്രൊഫസറുടെ ആൾക്കാർ തന്നെയായിരുന്നു. പിന്നീട് ലിസ്ബൺ പ്രൊഫസറെ വിളിച്ചപ്പോൾ സംസാരിച്ചത് അലീസിയ ആയിരുന്നു. പ്രൊഫസർ തൻ്റെ കസ്റ്റഡിയിലാണെന്നും അവരുടെ എല്ലാ പദ്ധതികളും തനിക്കിപ്പോൾ അറിയാമെന്നും അലീസിയ പറയുന്നു. തൻ്റെ കഥ കഴിഞ്ഞെന്ന് പറഞ്ഞ് അവിടെയുള്ള ഓരോരുത്തരുടെയായി പ്രൊഫസർ മാപ്പ് ചോദിക്കുന്നു. ഇതേ സമയം ആർമി അങ്ങോട്ട്
അങ്ങോട്ട് എത്തിയ വിവരം ഹെൽസിങ്കി എല്ലാവരെയും അറിയിച്ചു. കഥ ഏകദേശം കഴിഞ്ഞെന്ന് എല്ലാവർക്കും തോന്നി തുടങ്ങി. എല്ലാവരും തങ്ങളുടെ സുന്ദരമായ പഴയ ഓർമ്മകളിലേക്ക് ഒരു എത്തിനോട്ടം നടത്തുന്നു. തമായോ വിളിച്ചു വരുത്തിയ സ്പെഷ്യൽ ഫോഴ്സ് ഓഫീസറുടെ എൻട്രിയോടുകൂടിയാണ് ഒന്നാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. രണ്ടാമത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത് നമ്മുടെ നായികമാരെ കാണിച്ചുകൊണ്ടാണ്. ടോക്കിയോയും സ്റ്റോക്ക്ഹോമും ലിസ്ബണും കൂടി നഗ്നപാതരായി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്നു. സമാധാനത്തിൻ്റെ പ്രതീകമായ വെളുത്ത പതാക കയ്യിൽ വീശിക്കൊണ്ടാണ് വരവ്. പെട്ടെന്ന് തന്നെ ഇവരെ വെടിവെച്ചു കൊല്ലാനായി തമായോ പറയുന്നുണ്ടെങ്കിലും ഏഞ്ചലോ അതിന് സമ്മതിക്കുന്നില്ല. നിരായുധരായാണ് അവർ ചർച്ചയ്ക്ക് വേണ്ടി വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളും ആ മര്യാദ പാലിച്ചേ മതിയാവൂ എന്നായി ഏഞ്ചലോ. അങ്ങനെ ഏഞ്ചലോയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി തമായോ ഇവരുടെ അടുത്ത് ചർച്ചയ്ക്കായി പോകുന്നു. ഇതേസമയം ആർത്തുറോ അവിടെ ഗവർണറുടെ അടുത്ത് നിന്ന് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നുണ്ട്. പ്രശ്നങ്ങൾ ഉണ്ടാക്കലും മറ്റുള്ളവരെ അതിൽ ചാടിക്കലുമാണല്ലോ ഇങ്ങനെയുള്ള പ്രധാന പരിപാടി. ചർച്ചയ്ക്കായി വന്ന തമായോയ്ക്ക് മൊബൈൽ ഫോണിൽ ഗാന്ധിയയുടെ അവസ്ഥ കാണിച്ചു കൊടുത്തു. നല്ല രീതിയിൽ തന്നെ മുറിവെച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഡോക്ടറെ വിട്ടു തരണമെന്നും പറഞ്ഞു. ഇക്കാര്യം തമായോയ്ക്കും നന്നായി അറിയാവുന്നത് തന്നെയാണ്. ഗാന്ധിയയെ വിട്ടു തന്നാൽ അവൻ്റെ കാര്യം ഞങ്ങൾ ഏറ്റെന്നും അല്ലാത്ത പക്ഷം ഞങ്ങൾ നിങ്ങളെ ആക്രമിക്കുമെന്നും തമായോ പറഞ്ഞു. തമായോയുടെ സംസാരത്തിൽ നിന്ന് പ്രൊഫസറെ കിഡ്നാപ്പ് ചെയ്തത് അയാളല്ലെന്നും അലീസിയ ഒറ്റയ്ക്കാണെന്നും ലിസ്ബണ് മനസ്സിലായി. അങ്ങനെ അവർ ഗാന്ധിയയെ വിട്ടുകൊടുക്കാമെന്ന് സമ്മതിച്ചു. അകത്തേക്ക് വന്ന മൂവരും കണ്ടത് ബൊഗോട്ടയും ഗാന്ധിയയും തമ്മിലുള്ള കയ്യാങ്കളിയാണ്. ബൊഗോട്ട യാതൊരു ദയയുമില്ലാതെ ഗാന്ധിയയെ അടിച്ച് ഇഞ്ചപര്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. നെയ്റോബിയെ കൊന്നത് ഗാന്ധിയയായതുകൊണ്ട് തന്നെ ആരും ബൊഗോട്ടയെ തടയുന്നുമില്ല. ബൊഗോട്ട അയാളെ കൊല്ലുമെന്നൊരു നിലയിലെത്തിയപ്പോൾ ടോക്കിയോ പോയി അയാളെ തടഞ്ഞു. ഇതേസമയം ആർത്തുറോ ഇവരുടെ ആയുധങ്ങൾ ഓരോന്നായി കൈക്കലാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആർത്തുറോ ഇവരെ വെടിവെക്കുകയും ആ വെടിവെപ്പിൽ ഡെൻവറിന് നല്ലപോലെ പരിക്കേൽക്കുകയും ചെയ്തു. മറ്റൊരു ഭാഗത്ത് തമായോയും പുതിയ ആളും തമ്മിൽ ചർച്ച നടക്കുകയായിരുന്നു. താൻ അകത്തേക്ക് പോകണമെങ്കിൽ ജയിലിൽ കിടക്കുന്ന തൻ്റെ കൂട്ടാളികളെ വിട്ടുകിട്ടണമെന്ന് ഇയാൾ വാശി പിടിച്ചു. അത് സാധ്യമല്ലെന്നും താൻ തരുന്ന ടീമുമായി പോയാൽ മതിയെന്നും തമായോ പറഞ്ഞു. പക്ഷേ പുറത്തിറങ്ങിയ തമായോ കണ്ടത് പുറത്ത് നിരന്നു നിൽക്കുന്ന ഇയാളുടെ കൂട്ടാളികളെയാണ്. ഇതേസമയം അകത്ത് ആർത്തുറോയും മറ്റുള്ളവരും തമ്മിൽ കയ്യാങ്കളി നടക്കുന്നുണ്ട്. ഗവർണർ അടക്കം കുറച്ച് പേരെ കൂട്ടി ആർത്തുറോ ഓടുന്നു. ഓടി ഒരു ചുമരിന് മുൻപിലെത്തി. അവിടെ മുഴുവനും എക്സ്പ്ലോസീവ് ആയിരുന്നതിനാൽ മുൻപോട്ട് പോകാൻ സാധിക്കാതെ വന്നു. ആ മുറിയിലാണ് കൊള്ളസംഘം അവരുടെ ആയുധങ്ങൾ മുഴുവനും സൂക്ഷിച്ചു വച്ചിരുന്നത്. പൊട്ടന് ലോട്ടറി അടിച്ച അവസ്ഥയിലായി ആർത്തുറോ. ഇതേസമയം സിയറ എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുകയാണ്. അതിൽ പ്രൊഫസറോട് കാര്യങ്ങളെല്ലാം തുറന്നു പറയാൻ ആവശ്യപ്പെടുന്നുണ്ട്. ആദ്യം പറയാൻ വിസമ്മതിച്ചെങ്കിലും മോണിറ്ററിൽ മാർസൽ അങ്ങോട്ട് വരുന്നത് കണ്ട പ്രൊഫസർ സിയറയുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി താനെല്ലാം തുറന്നു പറയാമെന്ന് സമ്മതിച്ചു. സംസാരത്തിനിടെ സിയറ മാർസൽ അങ്ങോട്ട് വരുന്നത് കണ്ടു. പ്രൊഫസർ ഉറക്കെ നിലവിളിച്ചെങ്കിലും മരുന്ന് കുത്തിവെച്ച് പ്രൊഫസറെ സിയറ ബോധം കെടുത്തി. ഇതേസമയം ആർത്തുറോ യുദ്ധത്തിനുള്ള പുറപ്പാടിലായിരുന്നു. സർവ്വസന്നാഹങ്ങളെയും ഒരുക്കുന്ന തിരക്കിലായിരുന്നു അയാൾ. ഗവർണർ ആർത്തുറോയെ തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഫലം കണ്ടില്ല. അകത്തേക്ക് പോകാനോ അവിടെ നിന്ന് പുറത്തേക്ക് കടക്കാനോ സാധിക്കില്ല എന്ന അവസ്ഥയിലായിരുന്നു അവർ. അകത്തേക്ക് പോകാൻ തുനിയാൽ ആർത്തുറോയുടെ ആൾക്കാർ ആ നിമിഷം അവരെ കൊല്ലും. കൊള്ളസംഘത്തിൻ്റെ പക്കലുള്ള തോക്കുകളെല്ലാം ഏതാണ്ട് കാലിയായി. താൻ കുറച്ച് ഗ്രനേഡും ബുള്ളറ്റും എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് ടോക്കിയോ പോയി. ആർത്തുറോയ്ക്ക് അവിടെ നിന്ന് ഒരുപാട് ഗ്രനേഡുകൾ കിട്ടി. ഒരു മടിയും കൂടാതെ അയാൾ അത് ഇവർക്ക് നേരെ എറിഞ്ഞുകൊണ്ടിരുന്നു. സ്ഥിതികൾ ആകെ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് കിട്ടിയ ആയുധങ്ങൾ ഓരോന്നായി ആർത്തുറോ ഇവർക്ക് നേരെ പരീക്ഷിച്ചു നോക്കുന്നു. ഇതേസമയം ടോക്കിയോയും റിയോയും കൂടി ഒരുപാട് തോക്കുകളും ഗ്രനേഡുകളും സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഒരു ലോക്കർ തുറക്കാനുള്ള ശ്രമത്തിലാണ്. അകത്തേക്ക് കയറിയ മാർസലയ്ക്കും കൂട്ടാളിക്കും എന്തോ പന്തികേട് തോന്നി. ഒന്നുകൂടി നന്നായി നോക്കിയപ്പോൾ പ്രൊഫസർ കിടന്നുറങ്ങുന്നത് കണ്ടു. തൊട്ടടുത്ത നിമിഷം തന്നെ സിയറ മാർസലയുടെ ദേഹത്തും മരുന്ന് കുത്തിവെച്ച് ബോധം കെടുത്തി. ടോയ്ലറ്റിലേക്ക് കയറിയ ആളോട് 3 വരെ എണ്ണുന്നതിന് മുമ്പ് തോക്ക് വെച്ച് കീഴടങ്ങിയില്ലെങ്കിൽ വെടിവെച്ച് കളയുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. മറ്റ് വഴികളൊന്നുമില്ലാത്തതിനാൽ അയാൾ കീഴടങ്ങി. ആർമി അകത്തേക്ക് വരാൻ തയ്യാറെടുക്കുന്ന കാര്യം ഹെൽസിങ്കി ഇവരെ അറിയിച്ചു. അതുകൊണ്ട് തന്നെ കഴിയാവുന്ന അത്രയും വേഗത്തിൽ ഗാന്ധിയയെ വിട്ടുകൊടുക്കാനും ഇവർ തീരുമാനിച്ചു. പക്ഷേ അവിടെയുള്ള ഹോസ്റ്റേജസ് തോക്കുമായി കടന്ന കാര്യം ഗാന്ധിയയ്ക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ കൃത്യം പുറത്തേക്ക് എത്തുമ്പോഴേക്കും ഗാന്ധിയ ബോധം കെട്ട് വീഴുന്ന രീതിയിൽ സ്മോക്ക് ഗ്രനേഡ് ഘടിപ്പിച്ചാണ് അവനെ പുറത്തേക്ക് വിട്ടത്. ബോധം കെട്ട് വീണതുകൊണ്ട് തന്നെ അയാൾക്ക് പുറത്തുള്ളവരോടൊന്നും പറയാനും സാധിച്ചില്ല. ഇതേസമയം ആർത്തുറോ സ്റ്റോക്ക്ഹോമിൻ്റെ കുട്ടി തൻ്റേതാണെന്നും ഡെൻവറിൻ്റേതല്ലെന്നും പറഞ്ഞ് ഡെൻവറിനെ പിരികയറ്റുന്നു. തന്നെ കൊല്ലാൻ വേണ്ടി ഡെൻവർ പുറത്തേക്ക് ഇറങ്ങുന്ന സമയം അവനെ കൊല്ലാനായിരുന്നു ആർത്തുറോയുടെ പദ്ധതി. സ്റ്റോക്ക്ഹോം AC ചാനലിലൂടെ ഇവരുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ദേഷ്യം അടക്കാനാവാതെ വന്നപ്പോൾ ഡെൻവർ ആർത്തുറോയെ കൊല്ലാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി. ആർത്തുറോ അവനെ കൊല്ലാൻ നോക്കിയെങ്കിലും മനില അവനെ കൃത്യമായി രക്ഷിച്ചു. ലോക്കർ തുറക്കുന്നതിൽ റിയോയും ടോക്കിയോയും വിജയിച്ചു. ഒരുപാട് തോക്കുകളും ഗ്രനേഡുകളും ശേഖരിച്ച് അവർ മടങ്ങിയെത്തി. വെടിവെപ്പ് അവസാനിച്ചു എന്ന് തോന്നിയ പലർമോ അകത്തേക്ക് നടന്നു. പക്ഷേ ഒരു വമ്പൻ മെഷീൻ ഗണ്ണുമായി ആർത്തുറോ അവർക്ക് നേരെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. പലർമോ ജീവനും കൊണ്ടോടി. സ്റ്റോക്ക്ഹോം കൃത്യമായി ആർത്തുറോയുടെ പുറകിൽ തന്നെ ചെന്ന് ചാടി ആർത്തുറോയ്ക്ക് നേരെ തോക്ക് ചൂണ്ടി. ആർത്തുറോ ഓരോന്ന് പറഞ്ഞ് അവളുടെ ശ്രദ്ധ തിരിച്ച് തൻ്റെ പുറകിലുള്ള തോക്ക് പുറത്തേക്കെടുക്കാൻ നോക്കുന്നുണ്ട്. ഇത് കണ്ട സ്റ്റോക്ക്ഹോം അയാളെ വെടിവെച്ചിട്ടു. ഒന്നു പോരാതെ വന്നപ്പോൾ ഒന്നുകൂടി വെച്ചു. ഇവിടെ വെച്ചാണ് സീസൺ 5 രണ്ടാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.
വെടിയേറ്റ ആർത്തുറോ നിലത്ത് വീണു. ഒരു നിമിഷത്തെ ദേഷ്യം വിട്ട് തൻ്റെ സ്വബോധത്തിലേക്ക് മടങ്ങി വന്ന സ്റ്റോക്ക്ഹോം ആർത്തുറോയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. അവൾ പലതും ചെയ്യുന്നുണ്ടെങ്കിലും ആർത്തുറോയുടെ പൾസ് തിരികെ വരുന്നില്ല. അവസാനം എല്ലാവരുടെയും സഹായത്തോടു കൂടി ആർത്തുറോയുടെ പൾസ് തിരികെ കൊണ്ടുവരുന്നു. ഇയാളെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണമെന്ന് സ്റ്റോക്ക്ഹോം പറഞ്ഞു. പക്ഷേ ഇയാളെങ്ങാനും ആശുപത്രിയിൽ വെച്ച് മരിച്ചാലോ കൊല്ലപ്പെട്ടാലോ നമ്മളെ അവർ കൊലയാളികളായി ചിത്രീകരിക്കുമെന്ന് പലർമോ പറയുന്നു. അകത്ത് ഇവർ ആളുകളെ കൊന്നു തള്ളിക്കൊണ്ടിരിക്കുകയാണെന്ന് ജനങ്ങൾ തെറ്റിദ്ധരിക്കും. ഇതനുസരിക്കാതെ മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി മോണിക്ക ഇയാളെ പോലീസിന് വിട്ടുകൊടുത്തു. പതിയെ താൻ സ്വന്തം കുഞ്ഞിൻ്റെ ജീവിതം തന്നെയാണ് തകർത്ത് കളഞ്ഞതെന്ന് മോണിക്കയ്ക്ക് തോന്നി തുടങ്ങി. ഇതൊന്നും ഓർത്ത് വെറുതെ തല പുണ്ണാക്കണ്ട എന്ന് പറഞ്ഞ് മാനില അവളെ സമാധാനിപ്പിച്ചു. പിന്നീടൊരു ഫ്ലാഷ് ബാക്ക് സീനിൽ ബെർലിൻ തൻ്റെ മകനെ ബൊഗോട്ടയ്ക്കും മാർസലയ്ക്കും പരിചയപ്പെടുത്തി കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. തത്തിയാനയുടെ ഒത്താശയോടുകൂടി വൈക്കിംഗ് ഗോൾഡ് മോഷ്ടിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അവർ. തത്തിയാന കോൺസർട്ടിനായി പോകുന്നിടത്ത് തന്നെയാണ് അത് സൂക്ഷിച്ചു വച്ചിട്ടുള്ളത്. തത്തിയാന മുഖാന്തരം സെക്യൂരിറ്റി റൂമിൽ കയറിപ്പറ്റി അവിടെയുള്ള ഒറിജിനൽ മാറ്റി ഡ്യൂപ്ലിക്കേറ്റ് വെക്കാനായിരുന്നു ഇവരുടെ പദ്ധതി. പക്ഷേ ഇത് കേട്ട റഫായേൽ അച്ഛൻ കലയെ അഥവാ ആർട്ടിനെ അപമാനിക്കുകയാണെന്ന് വാദിച്ചു. ഒരുപാട് വർഷം പഴക്കമുള്ള ഈ സാധനം മോഷ്ടിക്കുന്നത് ശരിയല്ലെന്നും അവൻ അഭിപ്രായപ്പെട്ടു. പിന്നീട് പ്രസന്റ് സീനിലുള്ള അലീസിയയാണ് കാണിക്കുന്നത്. നിന്റെ കൂട്ടാളികൾ ബാങ്കിലുള്ള ഒരാളെ വെടിവെച്ചെന്നും യാതൊന്നും ചെയ്യാൻ കഴിയാതെ ബാങ്ക് ഗവർണർ അടക്കം കുറച്ചുപേരെ റിലീസ് ചെയ്യുകയും ചെയ്തെന്ന് അലീസിയ പ്രൊഫസറിനോടായി പറഞ്ഞു. നിങ്ങളുടെ കളി ഏതാണ്ട് കഴിഞ്ഞെന്നും ആർമി ഏത് നിമിഷവും അകത്ത് കടന്ന് എല്ലാവരെയും തീർത്തേക്കാമെന്നും കൂട്ടിച്ചേർത്തു. മറ്റൊരു വശത്ത് ഗവർണർ അകത്ത് നടന്ന സംഭവങ്ങൾ പട്ടാളക്കാർക്കും തമായോയ്ക്കും വിശദീകരിച്ചു കൊടുക്കുകയാണ്. അവർ ആർത്തുറോയെ വെടിവെച്ചതിൽ യാതൊരു തെറ്റും പറയാനാവില്ലെന്നും അവരത് സെൽഫ് ഡിഫൻസിന് വേണ്ടി മാത്രം ചെയ്തതാണെന്നും ഇയാൾ പറഞ്ഞു. പക്ഷേ അയാളെ വെടിവെച്ചത് കൊള്ളസംഘമാണെന്ന് വരുത്തി തീർക്കാനാണ് തമായോയുടെ ഉദ്ദേശം. ആർത്തുറോ ആശുപത്രിയിൽ വെച്ച് മരിച്ചാൽ അവരെ കൊലയാളികളായി പ്രഖ്യാപിച്ച് ആർമിയെ ഉള്ളിലേക്ക് അയക്കാനായിരുന്നു തമായോയുടെ ഉദ്ദേശം. ഇത് കേട്ട ഗവർണർ അമ്പരന്ന് പോയി. വളരെ പെട്ടെന്ന് തന്നെ ഒരു പ്രസ് കോൺഫറൻസ് വിളിച്ച് ബാങ്കിലുള്ള എല്ലാവരും കൊലയാളികളാണെന്ന് തമായോ പറഞ്ഞു. ഇത് മറയാക്കി ആർമിയെ അകത്തേക്ക് അയക്കാനായിരുന്നു തമായോയുടെ ലക്ഷ്യം. ഇത് മാത്രമല്ല, സിയറയോട് തൻ്റെ പകരം വീട്ടാനുള്ള അവസരമായി കൂടി അയാൾ ഇതിനെ വിനിയോഗിക്കുന്നു. സിയറ ആദ്യം മുതൽക്കേ പ്രൊഫസർക്കൊപ്പമാണെന്നും വിവരങ്ങളെല്ലാം ചോർത്തി കൊടുക്കുന്നുണ്ടായിരുന്നെന്നും തമായോ പറഞ്ഞു. അതിൻ്റെ എല്ലാ തെളിവുകളും തൻ്റെ പക്കലുണ്ടെന്നും ഇയാൾ അവകാശപ്പെട്ടു. ഇത് കണ്ട സിയറ ഞെട്ടിപ്പോയി. പക്ഷേ പ്രൊഫസറെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സുവർണ അവസരമായിരുന്നു. കാരണം സിയറയ്ക്ക് ഇനി പ്രൊഫസറെ പോലീസിന് കൈമാറി രക്ഷപ്പെടാൻ സാധിക്കില്ല. തമായോ പറഞ്ഞത് നുണയാണെന്ന് പോലീസോ ഗവൺമെൻറ്റോ ഒരിക്കലും അംഗീകരിക്കാനും പോകുന്നില്ല. ഇതേ ചൊല്ലി പ്രൊഫസറും സിയറയും തമ്മിൽ സംസാരമുണ്ടാകുന്നതിനിടെ സിയറയുടെ വാട്ടർ ബ്രേക്ക് ആവുന്നു. ഇവിടെ ഏറ്റവും പ്രസിദ്ധമായ ഫാൻ തിയറി ശരിയായതായി നമുക്ക് കാണാം. പ്രൊഫസർ സിയറയുടെ പ്രസവം എടുക്കാൻ പോകുന്നു. എന്നാൽ അത്ര പെട്ടെന്ന് തോറ്റു കൊടുക്കാൻ സിയറ തയ്യാറാവുന്നില്ല. ഒറ്റയ്ക്ക് പ്രസവിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സാധിച്ചില്ല. പിന്നീട് മറ്റൊരു ഫ്ലാഷ് ബാക്ക് സീനാണ് കാണിക്കുന്നത്. മനില തൻ്റെ അച്ഛനായ ബെഞ്ചമിനോട് പറയാതെ മോഷണത്തിൻ്റെ ഭാഗമാവാൻ പോകുന്നു. എന്നാൽ അയാളുടെ അനുവാദം കൂടാതെ താൻ അതിന് സമ്മതിക്കില്ലെന്ന് മോസ്കോ പറഞ്ഞു. അങ്ങനെ നട്ടപ്പാതിരയ്ക്ക് ഇക്കാര്യം ചോദിക്കാനായി അവർ ബെഞ്ചമിനെ വിളിച്ചു. ഇത്രയും കാലം ഒരു ട്രാൻസ്ജെൻഡറായി ജീവിച്ച് അവൾ ഒരുപാട് അനുഭവിച്ചതാണ്. പിടിക്കപ്പെട്ടാൽ അവളുടെ ബാക്കിയുള്ള ജീവിതം കൂടി ഇല്ലാതാവുമെന്ന് ബെഞ്ചമിൻ പറഞ്ഞു. തൻ്റെ ജീവൻ പോയാലും വേണ്ടില്ല, അവളെ താൻ സംരക്ഷിച്ചു കൊള്ളാമെന്ന് ഡെൻവർ പറഞ്ഞു. അങ്ങനെ ബെഞ്ചമിൻ അനുവാദം കൊടുക്കുന്നു. ഗാന്ധിയെയും അകത്തേക്ക് പോകാനുള്ള അവരുടെ സംഘത്തിൽ ചേർന്നു. ഇയാൾ വളരെ പെട്ടെന്ന് തന്നെ സുഖം പ്രാപിച്ചിരിക്കുന്നു. ബാങ്കിൻ്റെ റൂഫ് തകർത്ത് അകത്തേക്ക് കടക്കാനായിരുന്നു ഇവരുടെ പദ്ധതി. എന്നാൽ ചരിത്ര പ്രാധാന്യമുള്ള കെട്ടിടം തകർക്കുന്നത് ശരിയല്ലെന്ന് ഏഞ്ചലോ വാദിച്ചു. അത് സംരക്ഷിക്കുന്നതിലൊന്നും തമായോയ്ക്ക് യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും അകത്തേക്ക് കയറുക എന്നത് മാത്രമായിരുന്നു അയാളുടെ ലക്ഷ്യം. ഇനിയിപ്പോൾ ബാങ്ക് തന്നെ തകർന്നാലും വേണ്ടില്ല, എങ്ങനെയെങ്കിലും കാര്യം നടന്നാൽ മതി എന്നായിരുന്നു തമായോയ്ക്ക്. അകത്തേക്ക് വരുന്നവരെ പ്രതിരോധിക്കാനായി പലർമോ ടോക്കിയോയും കൂട്ടി തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു. പോകുന്നതിന് മുമ്പായി ടോക്കിയോയും റിയോയും കൂടി ഫസ്റ്റ് കിസ് ചെയ്യുന്നു. കാരണം ലാസ്റ്റ് കിസ് ചെയ്യാൻ റിയോ ഒരുക്കമായിരുന്നില്ല. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ടോക്കിയോ മുമ്പ് പറഞ്ഞതുപോലെ പ്രണയം വർദ്ധിച്ചു വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. റൂഫ് തകർത്ത് അകത്തേക്ക് കടക്കാനാണ് ആർമിയുടെ പദ്ധതി എന്ന് അവർക്ക് മനസ്സിലായി. താഴെ പോയി ബൊഗോട്ട എത്രയും വേഗം സ്വർണം ഉരുക്കി തീർക്കാൻ പറഞ്ഞു. അകത്തേക്ക് വരുന്ന പട്ടാളക്കാരെ പ്രതിരോധിക്കാനായി എല്ലാവരും തയ്യാറായി നിന്നു. എത്ര ശ്രമിച്ചിട്ടും സിയറയ്ക്ക് പ്രസവിക്കാൻ സാധിക്കുന്നില്ല. അവസ്ഥ ഒരല്പം മോശമാണെന്ന് പ്രൊഫസർക്ക് മനസ്സിലായി. ഒരാൾ കൈയിട്ട് കുഞ്ഞിനെ പുറത്തേക്കെടുത്താൽ മാത്രമേ രക്ഷയുള്ളൂ എന്ന് പ്രൊഫസർ പറഞ്ഞു. മറ്റൊരു വഴിയും ഇല്ലാത്ത കാരണം സിയറ മൂവരെയും സ്വതന്ത്രരാക്കി. അങ്ങനെ അവർ 3 പേരും കൂടി ചേർന്ന് സിയറയുടെ പ്രസവം എടുത്തു. കുഞ്ഞിനെ കയ്യിലെടുത്ത പ്രൊഫസർക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. ഇതേ സമയം ആർമി അകത്തേക്ക് കടക്കാനായി ബാങ്കിൻ്റെ റൂഫ് തകർത്തെന്ന ഞെട്ടിക്കുന്ന വാർത്ത പ്രൊഫസർ ടിവിയിൽ കണ്ടു. തകർത്ത റൂഫ് വഴി അവർ ഉള്ളിലേക്ക് കയറാൻ തുടങ്ങുന്നിടത്താണ് 3ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. റൂഫ് തകർത്ത ആർമിയുടെ ടീം അകത്തെത്തി. ഈ സ്ഫോടനത്തിൽ 2 ടണ്ണോളം ഭാരമുള്ള ഒരു തൂൺ ഹെൽസിങ്കിയുടെ ദേഹത്ത് വന്ന് പതിച്ചു. കാല് അതിനടിയിൽ പെട്ടുപോയതിനാൽ അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായി. പലർമോ ഹെൽസിങ്കിയോട് വേഗം അവിടെ നിന്നും രക്ഷപ്പെടാൻ പറയുന്നുണ്ടെങ്കിലും അതിന് പറ്റിയൊരവസ്ഥയിലായിരുന്നില്ല അയാൾ. സംഭവം അറിഞ്ഞ് പ്രൊഫസർ തൻ്റെ ടീമിനെ കോൺടാക്റ്റ് ചെയ്തു. ലിസ്ബണും പലർമോയ്ക്കും വേണ്ട നിർദ്ദേശങ്ങൾ നൽകി
വേഗം പോയി ഹെൽസിങ്കിയെ രക്ഷിക്കാൻ പറഞ്ഞു. അബദ്ധവശാൽ പുറത്തേക്ക് ഇറങ്ങിയാൽ പോലും ഇവരെ കൊല്ലാൻ കാത്ത് സ്നൈപ്പേഴ്സ് നിൽക്കുന്നുണ്ട്. അപ്രതീക്ഷിതമായ കാര്യങ്ങൾ സംഭവിച്ചതുകൊണ്ട് തന്നെ പ്രൊഫസറും ചെറിയൊരു പരുങ്ങലിലാണ്. പിന്നീട് ഫ്ലാഷ് ബാക്കിൽ ബെർലിൻ തയ്യാറാക്കിയ പദ്ധതി പ്രകാരം സ്വർണം മോഷ്ടിക്കാൻ പോകുന്ന ഇവരെയാണ് കാണിച്ചിട്ടുള്ളത്. മുൻകൂട്ടി പറഞ്ഞ പോലെ തന്നെ അവർ കൊട്ടാരത്തിൻ്റെ അകത്ത് കയറിപ്പറ്റി. പിയാനോ ട്യൂണറാക്കിയാണ് ബെർലിൻ റഫായേലിനെ അകത്തെത്തിച്ചത്. തക്കം നോക്കി അവിടെയുള്ള ഒരു സെക്യൂരിറ്റിയെ പറ്റിച്ച് അയാളുടെ സെക്യൂരിറ്റി കാർഡ് കോപ്പി ചെയ്തെടുത്തു. പക്ഷേ അവിടുത്തെ ഹെഡ് സെക്യൂരിറ്റി ആയിരുന്നു അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. ഇയാളെ ഒതുക്കാനും ബെർലിൻ ഒരു വഴി കണ്ടെത്തി. ഇയാളുടെ അച്ഛൻ ഓർമ്മയില്ലാത്തത് കാരണം ഒരു നേഴ്സിംഗ് ഹോമിലാണ് കഴിഞ്ഞിരുന്നത്. മാർസലയുടെ സഹായത്തോടു കൂടി ഇയാളെ കോട്ടും ഷൂട്ടും ധരിപ്പിച്ച് കൃത്യസമയത്ത് കോൺസേർട്ട് നടക്കുന്നിടത്ത് എത്തിച്ചു. ബാക്കപ്പിന് ആളെ വിളിച്ച് ഹെഡ് സെക്യൂരിറ്റി തൻ്റെ കറങ്ങിത്തിരിഞ്ഞ് നടക്കുന്ന അച്ഛനെ അവിടെ നിന്ന് മാറ്റാനായി പോയി. ഈ തക്കം നോക്കി ബെർലിനും റഫായേലും അകത്ത് കടന്നു. തൻ്റെ ഹാക്കിംഗ് സ്കിൽസ് ഉപയോഗിച്ച് റഫായേൽ ലോക്കർ തുറന്നു. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ഒറിജിനൽ സ്വർണം കൈക്കലാക്കി പകരം ഡ്യൂപ്ലിക്കേറ്റ് അവിടെ വെച്ച് അവർ പുറത്തിറങ്ങി. അങ്ങനെ ആദ്യമായി മോഷണത്തിൻ്റെ പ്രഷറും ഹരവും എന്താണെന്ന് റഫായേൽ തിരിച്ചറിഞ്ഞു. വിജയിച്ച സന്തോഷത്തിൽ നിൽക്കുന്ന റഫായേലിനെ ഞെട്ടിച്ചുകൊണ്ട് ബെർലിൻ സ്വർണമടങ്ങുന്ന ആ പെട്ടി വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ഇത് കണ്ട റഫായേൽ ദേഷ്യം കൊണ്ട് പൊളഞ്ഞു. അന്യൻ്റെ മുതൽ കയ്യിൽ നിന്നും പോയപ്പോൾ നിനക്ക് തോന്നിയ ദേഷ്യം നിൻ്റെ ഉള്ളിലും ഒരു കള്ളൻ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നതിനുള്ള തെളിവാണെന്ന് ബെർലിൻ പറഞ്ഞു. കള്ളൻ്റെ രക്തം തന്നെയാണല്ലോ അവൻ്റെ ശരീരത്തിലൂടെയും ഓടുന്നത്. അച്ഛൻ തന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ മോഷണം നടത്തിയതെന്ന് അവൻ ആദ്യം കരുതിയെങ്കിലും അച്ഛൻ ഒരിക്കലും 10-12 കിലോ സ്വർണം വെറുതെ കളയില്ലെന്ന് അവന് ഉറപ്പായിരുന്നു. ബെർലിനും മാർസലയും റഫായേലും തത്തിയാനയും കൂടി ബോട്ടിൽ യാത്ര ചെയ്യുന്ന ഒരു രംഗമാണ് അടുത്തതായി കാണിക്കുന്നത്. യാത്രയ്ക്കിടെ ഡൈവിംഗ് സ്യൂട്ട് ധരിച്ച ബൊഗോട്ട സ്വർണവുമായി പൊങ്ങി വന്ന് ഇവരുടെ ബോട്ടിൽ കയറി. ഒരു മോഷണം ഇത്ര കൃത്യമായി പ്ലാൻ ചെയ്ത് അത് നടത്തിയെടുത്തത് കണ്ട റഫായേൽ വായും പൊളിച്ചു നിന്നു. മരിച്ച ഒരാളെ എങ്ങനെ വീണ്ടും സ്ക്രീനിൽ പ്രസൻറ്റ് ചെയ്യാം എന്നതിന് നല്ലൊരു ഉദാഹരണമാണ് ഈ ഫ്ലാഷ് ബാക്ക് സീൻ. പിന്നീട് വീണ്ടും പ്രസൻറ്റ് സീനിലേക്ക് തന്നെ വരുന്നു. ഹെൽസിങ്കിയെ രക്ഷിക്കാൻ കൂടുതൽ സമയം കിട്ടാനായി പലർമോ അകത്തേക്ക് കയറിയ മിലിറ്ററി ടീമിനെ റോക്കറ്റ് ലോഞ്ചർ വെച്ച് ആക്രമിച്ചു. കാൽ മുറിച്ചാൽ മാത്രമേ രക്ഷയുള്ളൂ എന്ന് ബൊഗോട്ടയും ഹെൽസിങ്കിയും ഒരേ സ്വരത്തിൽ പറഞ്ഞു. പക്ഷേ പലർമോ അതിന് സമ്മതിച്ചില്ല. 2 ടൺ ഭാരമുള്ള തൂൺ മാറ്റാനായി അവർക്ക് ഒരു ലിവറിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന ബീമിൽ റിയോയുടെ കണ്ണ് പതിഞ്ഞത്. ഇത് കാര്യം നടത്തിയെടുക്കാൻ വളരെ പെർഫെക്റ്റ് ആയിരുന്നു. ഇതേ സമയം എന്തിനാണ് ഗവർണറെ വെറുതെ വിട്ടുകളഞ്ഞതെന്ന് പ്രൊഫസർ ലിസ്ബണോട് ചോദിച്ചു. വെറുതെ വിട്ടതല്ല, പോകുമ്പോൾ അയാളുടെ ഹാൻഡ് കഫിൻ്റെ അകത്ത് ഒരു മൈക്കും ഒളിപ്പിച്ച് വെച്ചാണ് വിട്ടതെന്ന് ലിസ്ബൺ പറഞ്ഞു. തമായോ ഇവരെ കുറ്റവാളികളാക്കി ചിത്രീകരിക്കാനും മറ്റും നടത്തിയ ഗൂഢാലോചനകളെല്ലാം അതിൽ റെക്കോർഡാവുന്നുണ്ടായിരുന്നു. ഉടനെ തന്നെ ബെഞ്ചമിനോട് പറഞ്ഞ് പാകിസ്ഥാനി ഹാക്കേഴ്സിനെ ബന്ധപ്പെട്ട് പ്രൊഫസർ ആ റെക്കോർഡിങ്ങുകളെല്ലാം കൈക്കലാക്കി. അലീസിയയ്ക്കും കുഞ്ഞിനും വേണ്ട സാധനങ്ങൾ വാങ്ങാനായി മാർസലയെ പറഞ്ഞയച്ചു. സുരക്ഷയ്ക്ക് വേണ്ടി അലീസിയയുടെ കയ്യിലെ തോക്കിലെ മാഗസിൻ ഇവർ വാങ്ങിവെച്ചു. ഒരേ സമയം 2 പ്രശ്നങ്ങളാണ് പ്രൊഫസർ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. സ്മോക്ക് ഗ്രനേഡ് ഉപയോഗിച്ചും വെടിവെച്ചും പലർമോ അകത്ത് കയറിയവരെ ശ്രദ്ധ തിരിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ബൊഗോട്ടയും റിയോയും കൂടി പോയി നേരത്തെ പറഞ്ഞ ബീം കൈക്കലാക്കി. ഇതുപയോഗിച്ച് തൂണുയർത്തി അവർ ഹെൽസിങ്കിയെ രക്ഷിച്ചു. പ്രൊഫസർ പറഞ്ഞതനുസരിച്ച് ഡെൻവറും സംഘവും ഹോസ്റ്റേജസിനെ ടെറസിലേക്ക് ഇറക്കി. സ്നൈപ്പേഴ്സിൻ്റെ കണ്ണ് വെട്ടിച്ച് അകത്തേക്ക് കടക്കാനായിരുന്നു ഇവരുടെ ഉദ്ദേശം. എന്നാൽ ഇതിനിടെ മഞ്ഞിലേക്ക് പാനിക് അറ്റാക്ക് വരുന്നു. ഇതുവരെ ചെറിയ ചെറിയ മോശങ്ങൾ മാത്രമേ നടത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവിടെ നിന്നും ജീവനോടെ പുറത്തു പോകുമോ എന്നത് തന്നെ സംശയമാണ്. അതുകൊണ്ട് തനിക്ക് ഡെൻവറിനെ ഇഷ്ടമാണെന്ന കാര്യം മനില തുറന്നു പറഞ്ഞു. പ്രൊഫസർ പറഞ്ഞതിന് പ്രകാരം മത്തിയാസ് വന്ന് വെറുതെ 4 വെടിവെച്ചിട്ട് പോയി. അത് അവിടെ കോലാഹലം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമായിരുന്നു. ബഹളം ഉണ്ടാക്കിയവരിൽ ഹോസ്റ്റേജസും ഉള്ളതുകൊണ്ട് അവരെ വെടിവെക്കരുതെന്ന് ഏഞ്ചലോ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു. ഇതേ സമയം തമായോ മെയിൻ ഡോറിലൂടെ സുവാരിസിൻ്റെ ടീമിനെ അകത്തേക്ക് അയക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. കൃത്യസമയത്ത് തന്നെ തമായോയ്ക്ക് പ്രൊഫസറുടെ വിളി വന്നു. 2ാമത്തെ ടീമിനെ അകത്തേക്ക് അയച്ചാൽ ആ നിമിഷം തമായോ ഗൂഢാലോചന നടത്തിയതിൻ്റെയും അലീസിയയെ കള്ളക്കേസിൽ കുടുക്കിയതിൻ്റെയും റെക്കോർഡിങ്ങുകൾ പുറത്തുവിടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. മറ്റു വഴികളൊന്നും ഇല്ലാത്ത കാരണം തമായോ പിന്തിരിഞ്ഞു. ഈ കോലാഹലത്തിനിടെ ഡെൻവറും സംഘവും ഹോളിലൂടെ അകത്തേക്ക് കടന്നു. പ്രൊഫസറുടെ ടീം സെഗാസ്റ്റസിൻ്റെ ടീമിനെ പൂർണ്ണമായും വളഞ്ഞു കഴിഞ്ഞിരുന്നു. വരാമെന്നെത്ത ബാക്കപ്പ് ടീമും വന്നില്ല. എങ്കിലും വിട്ടുകൊടുക്കാൻ സെഗാസ്റ്റസ് തയ്യാറായില്ല. പ്രൊഫസർക്ക് പോലും അറിയാത്ത ആ ബാങ്കിലെ മ്യൂസിയത്തിലെ ലോക്കിംഗ് മെക്കാനിസം ഇയാൾക്ക് അറിയാമായിരുന്നു. ഗാന്ധിയയുടെ ഫിംഗർ പ്രിൻറ്റിൻ്റെ സഹായത്തോടു കൂടി ഇത് പ്രവർത്തിപ്പിക്കാനും സാധിക്കുമായിരുന്നു. ഇതിനിടെ നമ്മുടെ സ്റ്റോക്ക്ഹോം ഇടയ്ക്കിടെ ആർത്തുറയെ സ്വപ്നം കാണുന്നുണ്ട്. അയാളെ വെടിവെച്ചതിൻ്റെ ഷോക്ക് ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ലെന്ന് തോന്നുന്നു. ഇതിന് ശേഷം ഒരു മിനി ഫ്ലാഷ് ബാക്ക് സീനിൽ ടോക്കിയോയും നെയ്റോബിയും കൂടി മരണാനന്തര ജീവിതത്തെപ്പറ്റി ഓരോന്ന് പറയുന്നത് കാണിക്കുന്നുണ്ട്. മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലൊന്നും നെയ്റോബിക്ക് വിശ്വാസമില്ലായിരുന്നു. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിച്ചിരിക്കുന്നവരുടെ ഓർമ്മകളിൽ മാത്രമേ നമ്മൾ ഉണ്ടാകൂ എന്ന് നെയ്റോബി പറഞ്ഞു.
സെഗാസ്റ്റസിൻ്റെ ടീം തോക്കും ഗ്രനേഡും ഉപയോഗിച്ച് കൊള്ളസംഘത്തിൻ്റെ കണ്ണ് വെട്ടിച്ച് പുറത്ത് കടന്ന് ഇവരെ മ്യൂസിയത്തിൻ്റെ അകത്ത് പൂട്ടിയിട്ടു. അങ്ങനെ പലർമോ അടക്കം കുറച്ചുപേർ അവിടെ പെട്ടുപോയി. പ്രൊഫസറുടെ നിർദ്ദേശപ്രകാരം ടോക്കിയോ മറ്റുള്ളവരെയും കൂട്ടി കിച്ചണിൽ പോയി ഒളിച്ചു. ഇപ്പോൾ ആർമിയുടെ ടീമിനെ ലീഡ് ചെയ്യുന്നത് ഗാൻഡിയയാണ്. അങ്ങനെ ഗാൻഡിയയും സംഘവും ഇവരെ ലക്ഷ്യമാക്കി അടുക്കളയുടെ അടുത്ത് എത്തുന്നതോടെ 4ാമത്തെ എപ്പിസോഡും അവസാനിക്കുന്നു. 5ാമത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത് ടോക്കിയോയുടെ ഭൂതകാലം കാണിച്ചുകൊണ്ടാണ്. ഒരു ബാങ്ക് കൊള്ളയടിക്കുന്നതിനിടെ ടോക്കിയോയുടെ കാമുകനായ റെനയ്ക്ക് വെടിയേൽക്കുന്നു. അവൾ ആ സെക്യൂരിറ്റിയെ കൊന്ന് വേഗം റെനയുടെ അടുത്തെത്തിയെങ്കിലും അവൾക്ക് അവനെ രക്ഷിക്കാനായില്ല. പോലീസ് എത്തിയതിനാൽ മനസ്സില്ലാ മനസ്സോടെ അവൾ അവൻ്റെ ശരീരം അവിടെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു. ബാങ്ക് കൊള്ളയടിക്കാൻ റെനയ്ക്ക് യാതൊരു താല്പര്യവും ഇല്ലായിരുന്നു. ടോക്കിയോയുടെ നിർബന്ധത്തിന് വഴങ്ങി മാത്രം വന്നതാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ മരണത്തിൻ്റെ ഉത്തരവാദി താനാണെന്ന് സ്വയം പഴിച്ചുകൊണ്ട് ടോക്കിയോ ഡിപ്രഷനിലേക്ക് ആണ്ടുപോയി. അവൾ പോലീസിനെ കബളിപ്പിച്ച് കടന്നു കളഞ്ഞ രീതി TV-യിൽ കണ്ട ബെർലിൻ പ്രൊഫസർക്ക് ഇത് കാണിച്ചു കൊടുത്തു. മോഷണം പരാജയപ്പെട്ടെങ്കിലും ഇവളെപ്പോലെ ഏത് സാഹചര്യത്തിലും അതിജീവിക്കാൻ കെൽപ്പുള്ള ഒരാൾ കൂടെയുണ്ടെങ്കിൽ അത് ടീമിനൊരു മുതൽക്കൂട്ടാവുമെന്ന് ബെർലിന് തോന്നി. ഈ കുറ്റബോധത്തിൽ നിന്നും രക്ഷപ്പെടാനായി ടോക്കിയോ ഓരോ സ്ഥലങ്ങളിലേക്ക് മാറി മാറി സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു. തിരിച്ച് വീണ്ടും പ്രസന്റ് സീനിലേക്ക് വരുന്നു. അവിടെയുള്ള മെറ്റൽ ഡോർ അവരുടെ ടീമിനെ രണ്ടായി പകുത്തു. ഒരു വശത്ത് ഡെൻവറും ടോക്കിയോയും മനിലയും കൂടി ആർമിയെ നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. മറുവശത്ത് പലർമോയുടെ ടീം ആ വാതിൽ തകർക്കാനുള്ള ശ്രമത്തിലാണ്. എങ്കിൽ മാത്രമേ അവർക്ക് അകത്തേക്ക് കടക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. ആർമിയെ പ്രതിരോധിക്കാൻ വേണ്ടി അടുക്കളയിൽ നിന്ന് കിട്ടിയ സ്ലാബ് വെച്ച് അവർ ആ വഴി അടച്ചു. ഭാഗ്യം കൊണ്ട് ഇത് കൃത്യമായിരുന്നു. ഇതിനു പുറത്ത് ഇവരെ എങ്ങനെ ആക്രമിക്കണം എന്നതിനെ ചൊല്ലി സെഗാസ്റ്റയും ഗാൻഡിയയും തമ്മിൽ സംസാരം നടക്കുന്നുണ്ട്. ആ സ്ലാബ് തകർത്ത് അകത്തേക്ക് കയറാമെന്ന നിർദ്ദേശം സെഗാസ്റ്റ മുന്നോട്ട് വെച്ചു. എന്നാൽ അതിന് ഒരുപാട് സമയമെടുക്കുമെന്നും പലർമോയുടെ സംഘം വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നാൽ നമ്മുടെ പണി തീരുമെന്നും ഗാൻഡിയ പറഞ്ഞു. സ്ലാബിലുള്ള ദ്വാരങ്ങൾ വഴി ടോക്കിയോ ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അവൾ ഓരോന്ന് പറഞ്ഞ് ഗാൻഡിയയെ പിരികയറ്റാൻ തുടങ്ങി. അയാളുടെ ഏറ്റവും വലിയ ബലഹീനത അയാളുടെ കുടുംബം തന്നെയായിരുന്നു. ഇത് മുതലെടുത്ത് ഓരോന്ന് പറഞ്ഞ് ടോക്കിയോ അയാളെ ചൊടിപ്പിച്ചു. സെഗാസ്റ്റ വേണ്ടെന്ന് പറഞ്ഞിട്ടും അനുസരിക്കാതെ ഗാൻഡിയ കിച്ചണിലേക്ക് ഗ്രനേഡ് എറിഞ്ഞു. ഇത് മുൻകൂട്ടി അറിയാവുന്നത് കൊണ്ട് തന്നെ ടോക്കിയോ ഡൈവ് ചെയ്ത് ഈ ബോംബ് നിലത്ത് വീഴുന്നതിന് മുമ്പേ തന്നെ അത് തിരികെ എറിഞ്ഞു. ആ ബോംബ് പൊട്ടിയതിൻ്റെ ഫലമായി സെഗാസ്റ്റയുടെ ടീമിലെ ഒരാൾ കൊല്ലപ്പെട്ടു. സഹികെട്ട സെഗാസ്റ്റ ഗാൻഡിയയ്ക്ക് അവസാനത്തെ വാർണിംഗ് കൊടുത്തു. പുറത്ത് സ്നൈപ്പേഴ്സിൻ്റെ സംഘം ഇവരെയും ഉന്നം വെച്ച് നിൽപ്പുണ്ടായിരുന്നു. ഡോറിൻ്റെ സെക്യൂരിറ്റി സിസ്റ്റം പരിശോധിച്ചപ്പോൾ ഇത് ഹാക്ക് ചെയ്യാൻ ചുരുങ്ങിയത് അരമണിക്കൂറെങ്കിലും എടുക്കുമെന്ന് റിയോയ്ക്ക് മനസ്സിലായി. ഇനി ആ വാതിൽ തകർക്കുക എന്നൊരു വഴി മാത്രമേ ഇവരുടെ മുമ്പിലുള്ളൂ. ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് തകർക്കാനായിരുന്നു ഇവരുടെ പദ്ധതി. എന്നാൽ അതിന് വേണ്ട അത്രയും സാമഗ്രികൾ ഇവരുടെ പക്കലില്ലായിരുന്നു. എങ്കിലും ഉള്ളത് വെച്ച് അവർ പണി തുടങ്ങി. ഇതേസമയം റിയോ താഴത്തെ നിലയിൽ നിന്നും ജാക്ക് ഹാമർ ഉപയോഗിച്ചുകൊണ്ട് കോൺക്രീറ്റ് തകർക്കാൻ തുടങ്ങി. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് സീനിൽ ടോക്കിയോയെ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുവരുന്ന പ്രൊഫസറെയാണ് കാണിച്ചിട്ടുള്ളത്. മോഷണത്തിന് വേണ്ടിയുള്ള ടീമിലെ ആദ്യത്തെ അംഗം അവളാണ്. അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നഗരവും ടോക്കിയോ തന്നെയായിരുന്നു. റിയോയെ കണ്ട മാത്രയിൽ തന്നെ ടോക്കിയോയ്ക്ക് അവനോട് പ്രണയം തോന്നി. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. പാട്ടുപാടിയും നൃത്തം വെച്ചും അവർ ആ രാത്രി ചിലവഴിച്ചു. ടോക്കിയോയുടെ ജീവിതത്തിലെ പുതിയൊരു അധ്യായം ഇവിടെ ആരംഭിക്കുകയായിരുന്നു. ഹെൽസിങ്കിയുടെ ഓപ്പറേഷൻ നടത്തുന്നതിനിടെ സ്റ്റോക്ക്ഹോം വീണ്ടും ആർത്തുറോയെ കണ്ടു. സ്വയം നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യം വന്നപ്പോൾ അവൾ തൊട്ടടുത്ത മുറിയിൽ പോയി സ്വന്തം ശരീരത്തിൽ ഒരു ഡോസ് മോർഫിൻ ഇഞ്ചക്ട് ചെയ്തു. ഈ സന്ദർഭത്തിലും മനില ഡെൻവറിനെ വളയ്ക്കുന്ന തിരക്കിലായിരുന്നു. സ്റ്റോക്ക്ഹോം അഥവാ മോണിക്ക നിനക്ക് പറ്റിയ ആളല്ലെന്നും ഞാനാണ് നിനക്ക് പറ്റിയ ആളെന്നും അവൾ പറഞ്ഞു. അവളുടെ കൂടെയുള്ള ജീവിതത്തിൽ താൻ പരിപൂർണ്ണ സന്തുഷ്ടനാണെന്നും ദയവ് ചെയ്ത് എല്ലാം കോളം തോണ്ടി തരരുതെന്നും ഡെൻവർ അവളോട് അപേക്ഷിച്ചു. പ്രൊഫസറുമായി സംസാരിക്കുന്നതിനിടെ ലിസ്ബൺ ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടു. സിയറ പ്രസവിച്ചെന്നും പെൺകുഞ്ഞാണെന്നും പ്രൊഫസർ അവരോട് പറഞ്ഞു. ബാക്കിയുള്ള എല്ലാ ടെൻഷനും മാറ്റിവെച്ച് അവർ കുഞ്ഞിനുള്ള പേര് ആലോചിക്കാൻ തുടങ്ങി. അങ്ങനെ അവസാനം വിക്ടോറിയ എന്നിടാമെന്ന് തീരുമാനിച്ചു. കുഞ്ഞിനെ മാർസലയുടെ കയ്യിലേൽപ്പിച്ച് അലീസിയ ടോയ്ലറ്റിലേക്ക് പോയി. അവിടെ നിന്നും കിട്ടിയ ചെറിയൊരു പ്ലെയർ തൻ്റെ ദേഹത്ത് ഒളിപ്പിച്ചു വെച്ചു. ഭിത്തി തകർക്കാനുള്ള തിരക്കിലായിരുന്നു സെഗാസ്റ്റയുടെ ടീം. ഡ്രില്ല് ചെയ്യുന്ന ശബ്ദം കേട്ട ടോക്കിയോ അവരുടെ അടുത്തേക്ക് വന്നു. ടോക്കിയോ വെടിവെക്കാൻ പാകത്തിലുള്ള സ്ഥലത്തുണ്ടെന്ന് മനസ്സിലാക്കിയ സെഗാസ്റ്റ സ്നൈപ്പേഴ്സിനോട് ഷൂട്ട് ചെയ്യാൻ പറഞ്ഞു. വെടിയുണ്ടകൾ ഓരോന്നായി അവളുടെ ദേഹത്ത് തുളച്ചു കയറി. മൊത്തം 5 ബുള്ളറ്റുകൾ അവളുടെ ശരീരത്തിൽ കൊണ്ടു. അവൾക്ക് നല്ല രീതിയിൽ തന്നെ പരിക്കേറ്റു. പിന്നീട് റെനയും ടോക്കിയോയും കൂടിയുള്ള ഒരു ഫ്ലാഷ് ബാക്ക് സീനാണ് കാണിക്കുന്നത്. ടോക്കിയോയ്ക്കും അവളുടെ അമ്മയ്ക്കും നല്ലൊരു ജീവിതം കൊടുക്കാൻ വേണ്ടിയാണ് അവൻ ബാങ്ക് കൊള്ളയടിക്കാൻ തയ്യാറായത്. ഡെൻവർ ഒരുവിധം ടോക്കിയോയെ അവിടെ നിന്നും വലിച്ചഴിച്ച് സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചു. ഈ സാഹചര്യം മുതലെടുത്ത് സെഗാസ്റ്റയും സംഘവും ഇവരെ ആക്രമിക്കാൻ പദ്ധതിയിട്ടു. തനിക്ക് ഇപ്പോഴും വെടിവെക്കാൻ സാധിക്കുമെന്ന് ടോക്കിയോ പറഞ്ഞു. വേഗം തന്നെ ഒരു ട്രെഞ്ച് ഉണ്ടാക്കി ഡെൻവർ അവളെ അതിൻ്റെ പുറകിലിരുത്തി. വാതിൽ കട്ട് ചെയ്യുന്നതിനുള്ള സാമഗ്രികളെല്ലാം തീർന്നു പോയി. ഇനി ബലം പ്രയോഗിച്ച് മാത്രമേ അത് തുറക്കാൻ സാധിക്കുകയുള്ളൂ. ജാക്ക് ഹാമർ കൊണ്ട് കോൺക്രീറ്റ് തകർക്കാൻ റിയോ നന്മ
നല്ലപോലെ പണിപ്പെടുന്നുണ്ട്. ലഹരി ഒന്നടങ്ങിയപ്പോൾ മോണിക്ക തൻ്റെ അടുത്ത് നിന്നായി അവരുടെ ശബ്ദം വരുന്നത് കേട്ടു. പോയി പരിശോധിച്ചു നോക്കിയപ്പോൾ കിച്ചണിലേക്ക് വേണ്ട സാധനങ്ങൾ കൊണ്ടുപോകുന്ന ലിഫ്റ്റിൻ്റെ വഴിയിലൂടെയാണ് ശബ്ദം വന്നിരുന്നതെന്ന് മോണിക്ക തിരിച്ചറിഞ്ഞു. ഈ വഴി താഴേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 6 നിലയുടെ ഉയരം കയറ് വഴി തൂങ്ങിയിറങ്ങണം എന്ന അവസ്ഥയിലായിരുന്നു മൂവരും. ടോക്കിയോയ്ക്ക് ഒരിക്കലും അത് സാധിക്കുമായിരുന്നില്ല. അവിടെ നിന്ന് വേഗം രക്ഷപ്പെടാൻ ടോക്കിയോ അവരോട് പറഞ്ഞു. താഴേക്ക് പോയി തനിക്ക് ചാടാൻ പാകത്തിൽ എന്തെങ്കിലും സെറ്റപ്പ് ആക്കണമെന്നും പറഞ്ഞ് അവരെ അവിടെ നിന്നും എത്രയും വേഗം പറഞ്ഞു വിടാൻ നോക്കി. പക്ഷേ തന്നെയും മനിലയെയും അവിടെ നിന്നും രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് അവളത് പറഞ്ഞതെന്ന് ഡെൻവറിന് മനസ്സിലായി. വേറെ വഴികളൊന്നും ഇല്ലാത്ത കാരണം ഡെൻവറും മനിലയും കയറ് വഴി താഴേക്ക് പോയി. ഇതേ സമയം റിയോ കോൺക്രീറ്റിലൂടെ ചെറിയൊരു ഹോളുണ്ടാക്കി അതിലൂടെ ടോക്കിയോയുടെ കൈ ചേർത്ത് പിടിച്ചു. സമയം പാഴാക്കാതെ സെഗാസയുടെ സംഘം ചുമര് തകർത്ത് അകത്തേക്ക് കടന്നു. ഇനി എന്തൊക്കെ ചെയ്താലും ടോക്കിയോയെ രക്ഷിക്കാൻ സാധിക്കില്ലെന്ന് പ്രൊഫസറുടെ ടീമിന് ഏറെക്കുറെ മനസ്സിലായി. റിയോയോട് അവസാനത്തെ ഗുഡ് ബൈയും പറഞ്ഞ് അവൾ സെഗാസയുടെ ടീമിന് നേരെ തിരിഞ്ഞു. അവരും വിട്ടുകൊടുത്തില്ല. വീണ്ടും ടോക്കിയോയെ വെടിവെച്ചിട്ടു. പരിക്കേറ്റ ടോക്കിയോ മറിഞ്ഞു വീണു. അവളെ തീർക്കാനായി വന്ന ഗാണ്ടിയ വലിയ വലിയ ഡയലോഗെല്ലാം അടിക്കുന്നുണ്ട്. നൈറോബിയെ തീർത്ത പോലെ ഞാനിതാ നിന്നെയും തീർക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ട ടോക്കിയോ പുഞ്ചിരിച്ചുകൊണ്ട് ഗാണ്ടിയയ്ക്ക് തൻ്റെ കൈ തുറന്ന് കാണിച്ചു കൊടുത്തു. താഴെ വീഴുന്നതിന് മുമ്പ് തൻ്റെ വെസ്റ്റിൽ പിടിപ്പിച്ചിരുന്ന ബോംബുകളുടെ എല്ലാം പിന്ന് അവൾ അഴിച്ചെടുത്തിരുന്നു. പിന്നീട് വമ്പിച്ചൊരു പൊട്ടിത്തെറിയാണ് കാണുന്നത്. അങ്ങനെ അവസാനം ടോക്കിയോയും മരിച്ചു. പോകുമ്പോൾ തൻ്റെ കൂടെ സെഗാസയുടെയും ഗാണ്ടിയയുടെയും ടീമിലെ പരമാവധി ആൾക്കാരെയും കൂട്ടിയാണ് അവൾ പോയത്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ പോലെ തന്നെ പ്രൊഫസറും ടീമും ഒന്നടങ്കം ഞെട്ടിപ്പോയി. ടോക്കിയോ മരിച്ചെന്ന കാര്യം അവർക്ക് വിശ്വസിക്കാനായില്ല. ഇവിടെ വെച്ചാണ് 5ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. മോണിക്ക മോർഫിൻ അടിച്ചില്ലായിരുന്നെങ്കിൽ ടോക്കിയോയെ രക്ഷിക്കാമായിരുന്നെന്ന് ചിലർക്കെങ്കിലും തോന്നിക്കാണും. പക്ഷേ മോർഫിൻ എടുക്കാൻ വേണ്ടി മാത്രമാണ് അവൾ ആ റൂമിലേക്ക് പോയത്. അവിടെ പോയില്ലായിരുന്നെങ്കിൽ അവൾ ആ വഴി കണ്ടുപിടിക്കുകയും ഇല്ലായിരുന്നു. ഡോർ തുറക്കാൻ വേണ്ടി റഫായലിൻ്റെ സഹായം തേടിക്കൊണ്ട് അവന് ഈ കഥയിലേക്ക് ഒരു എൻട്രി കൊടുക്കാമായിരുന്നു. റിയോ നല്ലൊരു ഹാക്കറാണെങ്കിൽ പോലും മ്യൂസിയത്തിലെ ലോക്കർ പുഷ്പം പോലെ തുറന്ന റഫായലിന് ഇത് വെറും ഒരു നിസ്സാര ജോലി മാത്രമായിരിക്കും. ഇനി എന്ത് സംഭവിക്കുമെന്ന് കണ്ടു തന്നെ അറിയാം. ഡിസംബർ 3 സീസൺ 5ൻ്റെ അവസാന ഭാഗമായ വോള്യൂം 2 എപ്പിസോഡുകൾ വരുമെന്നാണ് നെറ്റ്ഫ്ലിക്സ് അറിയിച്ചിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുന്ന കാര്യവും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും കൂടി പരിഗണിക്കുക. ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ കൃത്യമായി ലഭിക്കാനായി ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തിയാൽ വളരെ സന്തോഷം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരേക്കും നന്ദി, നമസ്കാരം.